12 മണിയാണ്. 12-12:30 വിചാരിക്കും. അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങളോട്, അവനോ അവളോ ആരാന്ന് വെച്ചാൽ പറഞ്ഞു 12 മണിക്കാണ് എൻ്റെ കല്യാണം, നീ ആ ഷാർപ്പ് ടൈമിൽ കുറച്ച് മുന്നേ എത്തിയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നല്ല അനുസരണമുള്ള ആൾക്കാരാണ്. അപ്പോൾ 11:45 നിങ്ങൾ എത്തി. 12 മണിക്ക് എത്തിയാൽ മതി എന്ന് ഏകദേശം ഒരു 12 മണിക്ക് മുഹൂർത്തം. അതിൻ്റെ 11:50 അങ്ങനെ വന്നാൽ മതി. പക്ഷെ നമ്മളെന്ത് ചെയ്തു, നമ്മൾ ഒരു 5 മിനിറ്റ് മുന്നേ അവിടെ പോയിരുന്നു അല്ലേ. സ്ഥലമൊക്കെ ഇന്ന് കൂട്ടത്തിലൊരാളാണ്. അപ്പോൾ നമ്മൾ ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച വേറെ ആരും കൊണ്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ എങ്ങനെയാണത്. പിന്നെ 11:45 അറൈവ് ചെയ്തു. നമ്മൾ അവിടെ എത്തി ഹാളിൽ. ഓക്കെ, 11:45 എത്തി. കല്യാണത്തിന് മുഹൂർത്തം 12 മണി. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ഉണ്ടല്ലോ. എന്തുവരും ദിവസം നമ്മൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം മൈ മദർ ഈസ് എ ഗുഡ് മദർ എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഡിക്ലെയർ ചെയ്തു. അത് പ്രൂഡാണ്. ആ സംഭവം പ്രൂഡായിരിക്കണം, സത്യമായിരിക്കണം. അങ്ങനത്തെ സെൻറ്റൻസുകൾ മാക്സിമം ചൂസ് ചെയ്യാം. ഓക്കെ, മൈ മദർ ഈസ് എ ഗുഡ് മദർ. ഇതിൽ നോൺ ചെയ്ത് വരും, ആഡ്ജക്റ്റീവ് ചെയ്ത് വരും. പറയും മൈ മദർ. മദർ നൗണല്ലേ, ഗുഡ് മദറിലെ മദറും നൗണും തന്നെയാണ്. അപ്പോൾ ആഡ്ജക്റ്റീവ് വിശേഷിപ്പം നമ്മൾ എന്താണ്, ഗുഡ് അല്ലേ. ഗുഡ് ഇസ് ദ ആഡ്ജക്റ്റീവ്. അപ്പോൾ ഓക്കെ, ദെൻ ആഡ്ജക്റ്റീവ് ഓൾസോ വി സ്റ്റഡീഡ്. എന്താ വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, ക്രിയനെ വിശേഷിപ്പിക്കുന്നു. വാക്കിംഗ്, സിറ്റിംഗ്, നിങ്ങളിപ്പോൾ പഠിക്കുകയാണ്, സ്റ്റഡിങ്, റീഡിങ്, പിന്നെന്താ ലിസ്ണിങ്, ഡാൻസിങ്, സിംഗിങ്. ഓക്കെ, ഇതൊക്കെ വെർബ്. ട്രെയിൻ വന്നത് കുറച്ച് മുന്നെയാണ്. 8:45 എന്ന് പറഞ്ഞ ടൈമിനല്ല ട്രെയിൻ വന്നത്. ട്രെയിൻ എപ്പോഴെത്തി? 8:40 നേരത്തെ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്ത് വരും? ഇന്ന് വരും. പറഞ്ഞത് മനസ്സിലായോ? അതായത് നമുക്ക് കിട്ടിയ ടൈം 8:45 ആണ്. അപ്പോൾ ട്രെയിൻ വന്നത് 5 മിനിറ്റ് മുന്നേ വന്നു, 8:40 എത്തി. അപ്പം ഇൻ യൂസ് ചെയ്യാം. നേരെ ഓപ്പോസിറ്റാണ് ഓണിന് വരിക. ട്രെയിനിന് അറൈവ് 8:45, നമുക്ക് കിട്ടിയ ടൈം, സ്ലോട്ട് കിട്ടിയ ടൈം 8:45 ആണ്. രണ്ടും തുല്യതയാണ്. അപ്പം എന്ത് വരും? ഓൺ വരും അല്ലേ. സെയിം ആണോ നോക്കിയാൽ മതി. സെയിം ആണെങ്കിൽ ഓൺ അങ്ങോട്ട് എടുക്കുക. ഓക്കെ, അതല്ല അറൈവൽ ടൈം 5 മിനിറ്റ് മുന്നേ ആണെങ്കിൽ ഇൻ ഓൺ നമുക്ക് വരും അല്ലേ. പ്രപ്പോസിഷൻ കേസിൽ ട്രെയിൻ ഒരു സെൻറ്റൻസ് നോട്ടിൽ എഴുതിക്കുക, പ്രപ്പോസിഷൻ വെച്ചിട്ട്. മറ്റേത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രപ്പോസിഷനാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദ ട്രെയിൻ ലെഫ്റ്റ് ഇൻ ടൈം. അതാണ് ഒരു സെൻറ്റൻസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ദ ട്രെയിൻ ലെഫ്റ്റ് ഇൻ ടൈം. ഓക്കെ, അപ്പം ഇതിൽ ഇന്ന് എവിടെ വരും, ഓൺ എങ്ങനെ വരും, അതിൽ വിത്ത് ടൈം യൂസേജ് നോക്കിയിട്ട്, അതായത് അറൈവൽ ടൈം, ട്രെയിനിൻ്റെ കറക്റ്റ് സമയം നോക്കിയിട്ട്, ട്രെയിൻ വന്ന സമയം, ട്രെയിനിൻ്റെ നമ്മൾ ബുക്ക് ചെയ്യുന്നുള്ള നമുക്ക് കിട്ടുന്ന ആ സമയം, ട്രെയിൻ എപ്പോൾ എത്തി എന്ന സമയം തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കിയിട്ട് നമ്മൾ ഇൻ ഓൺ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. നമ്മൾ നോക്കി നമ്മൾ എഴുതി പ്രപ്പോസിഷൻ എഴുതി കൊടുക്കൂ. ദ ട്രെയിൻ ലെഫ്റ്റ് മീൻസ് അതിന് ഭംഗിയാക്കുന്ന ആരോ ഇതിൽ എന്ത് പറയും? ആഡ് വെർബ്. ഓക്കെ, ഇതിന് ഓർഡർ ഉണ്ട്. ഓർഡറിൽ തന്നെ പോയാലേ മനസ്സിലാവുള്ളൂ, അതിൽ തെറ്റിപ്പോകും. പിന്നെ അപ്പം ആഡ് വെർബിൽ എന്താ പറയുക? ഇപ്പം വെർബ് ഈറ്റ്, മീറ്റിംഗ് എന്ന് വരും. ING ഫോം വരണം, ഈറ്റിംഗ്. അപ്പം ആഡ് വെർബിൽ ഈറ്റ് ക്വിക്ക്ലി. ക്വിക്ക്ലി ആണ് അവിടുത്തെ ആഡ് വെർബ്. ഈറ്റിംഗ് എന്നുള്ളത് ഈറ്റ് എന്ന് പറഞ്ഞാൽ മതി അവിടെ ആഡ് വെർബൽ കേസിൽ. മറ്റേ ING ആണ് വെർബിൽ പറയുന്നുണ്ടോ ഓഫീസ് പറയുന്നു. പിന്നെന്താ പറയുക? ഈറ്റ് ക്വിക്ക്ലി. ഈറ്റ് എന്ന് പറഞ്ഞ വെർബാണ്. അവിടെ ക്വിക്ക്ലി എന്ന് പറയുന്നത് ആഡ് വെർബാണ്. വെർബിനെ ഭംഗി കൂട്ടുന്ന, ഭംഗി എന്നല്ല, അതിൻ്റെ വെർബിനെ വിശേഷണമാണ്, ക്രിയാവിശേഷണം എന്ന് പറയും. ഓക്കെ, ക്രിയാവിശേഷണമാണ് ആഡ് വെർബ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്
പ്രപ്പോസിഷൻസ് ആണ്. നൗണ് പഠിച്ചു. നൗണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? നെയിം ഓഫ് പേഴ്സൺ, ആനിമൽസ്, പ്ലേസ്, തിങ്സ് അത് പേര് വരും. ഒക്കെയാണ് നൗണിൽ വരുന്നത്. പിന്നെ അതിൻ്റെ ഓർഡർ അനുസരിച്ച് വരുന്നു. നൗണ് കഴിഞ്ഞ് അടുത്തത് ഓർക്കണം. നൗണിൻ്റെ അതേപോലത്തെ കൂടിയുണ്ട്. അതാണ് പ്രൊണൗൺ. പ്രൊണൗണിന് എന്തൊക്കെയാണ് വരിക? പ്രൊണൗൺ മീൻസ് എന്താ പറഞ്ഞാൽ ഐ, ഈ, ഷീ, ഇറ്റ്, യു, ഇതൊക്കെ പ്രൊണൗൺസ് ആണ്. ഓക്കെ, എല്ലാം കൂടി കൂടിയിട്ട് സെൻറ്റൻസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. നമ്മൾ ആദ്യം ബേസ് പഠിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കും. പഠിപ്പിച്ചാൽ ഓക്കെ. പിന്നെ ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അപ്പോൾ ഐദർ അനുശ്രീ ഓർ ഐദർ വരുമ്പോൾ ഓർ റഫീന യു ഷുഡ് കം ടു ഓഫീസ് എന്ന് പ്രിൻസിപ്പൾ നിങ്ങൾക്ക് ഒരു ഓർഡർ ഇപ്പോൾ തരികയാണ്. നമ്മൾ സ്കൂളിലിരിക്കുമ്പോൾ ഐദർ അനുശ്രീ ഓർ, ശ്രദ്ധിക്കുക, ഐദർ അനുശ്രീ ഓർ റഫീന യു ഷുഡ് കം ടു ഓഫീസ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുകയാണ് പ്രിൻസിപ്പൾ. പിന്നെ അടുത്ത സെൻറ്റൻസ്, വി ഷുഡ് അറേഞ്ച് മീറ്റിംഗ് ഐദർ കോഴിക്കോട് ഓർ ഇൻ പാലക്കാട് എന്ന് പറയാം. ഐദർ ഓർ. ഓക്കെ, ഒന്ന് നോട്ടിൽ നിന്ന് എഴുതുകയോ ഫേസ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ആരെങ്കിലും എന്നാ പറഞ്ഞേ? ഞാൻ ഇതുവരെ പറഞ്ഞത് മനസ്സിലാകുന്നതുവരെ പറഞ്ഞാൽ മതി. കൺജക്ഷൻ പറയാനാണ് പറഞ്ഞത്. അറൈവ് ചെയ്തു, നമ്മൾ അവിടെ എത്തി ഹാളിൽ. ഓക്കെ, 11:45 എത്തി. കല്യാണത്തിന് ദിവസം 12 മണി. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ഉണ്ടല്ലോ. എന്ത് വരും? പെൻ ഓർ പെൻസിൽ. പെൻ ആൻഡ് പെൻസിൽ എന്ന് പറയാം? ഇല്ല, പെൻ ഓർ പെൻസിൽ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ പെൻ എടുക്കൂ, ഒന്നെങ്കിൽ പെൻസിൽ എടുക്കൂ. രണ്ടിനെ കൊണ്ട് മീൻസ് ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് എഴുതും എന്നല്ലേ പറയുള്ളൂ. പെന്നിനെ കൊണ്ട് പെൻസിലിനെ കൊണ്ട് എഴുതാൻ പറയില്ലല്ലോ. അത് ആലോചിച്ചാൽ മതി. ഓക്കെ, നൈദർ നോറാണ് അടുത്ത്. നിങ്ങൾ എഴുതുന്നുണ്ടോ? ആ, ഓക്കെ. നൈദർ അനുശ്രീ, എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. നൈദർ അനുശ്രീ നോ റഫീന യു ഷുഡ് കം ടു ഓഫീസ്. അപ്പോൾ എന്താ പറയുന്നത്? നൈദർ നോർ എന്ന് പറയുമ്പോൾ വരണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. നൈദർ നോർ, വരണ്ട. മറ്റേ ഐദർ ഓർ എന്നതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വരണം എന്നാണ് പറയുന്നത്. അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഓരോന്നിന് പ്രപ്പോസിഷനായ ഡിഫറൻസ് ഉണ്ട്. ഇൻ ഓൺ വരുമ്പോൾ അറൈവൽ നോക്കിയിട്ടും കറക്റ്റ് ആ സ്പോട്ടിൽ എത്തേണ്ട ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നൈദർ നോർ, വരണ്ട. മറ്റേ ഐദർ ഓർ എന്നതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വരണം എന്നാണ് പറയുന്നത്. അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഓരോന്നിന് പ്രപ്പോസിഷനായ ഡിഫറൻസ് ഉണ്ട്. ഇൻ ഓൺ വരുമ്പോൾ അറൈവൽ നോക്കിയിട്ടും കറക്റ്റ് ആ സ്പോട്ടിൽ എത്തേണ്ട ടൈം നോക്കിയിട്ടും ആ സംഭവം നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പ്രപ്പോസിഷൻ ബൈ ടൈമിങ്ങിൽ നോക്കുന്നത്. പിന്നെ പ്രപ്പോസിഷനിൽ വേറെ കുറേ എണ്ണുണ്ട്. ഇൻ ഓണിൻ്റെ വേറൊരു കേസാണ് ഞാൻ ടൈം യൂസ് ചെയ്ത് പറഞ്ഞിരുന്നുള്ളൂ. ഇൻ ഓൺ വെക്കാം എന്ന കേസ്, അറ്റ്, അണ്ടർ, ഇതൊക്കെ പ്രപ്പോസിഷൻ കേസിലാണ്. അപ്പോൾ ഞാൻ കൺജക്ഷൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ അപ്പോൾ നൈദർ നോർ എന്ന് പറയുമ്പോൾ വരണ്ട എന്ന കേസ് പറയുകയാണെങ്കിൽ രണ്ടാളെയും വെക്കണം. അതാണ് ഒരു റൂള്. രണ്ടാമത്തെ റൂള് വരണ്ട എന്ന് പറയുമ്പോൾ നൈദർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എവറി വൺ ഷുഡ് നൈദർ നോർ. എന്നാണ് നൈദർ നോറാണ്, നൈദർ ഓർ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മാറിപ്പോയത്. എവറി വൺ ഷുഡ് നൈദർ നോർ കം ടു ഓഫീസ് ടുമോറോ. വരണ്ട, കണ്ടോ? നാളെ ഓഫീസിലേക്ക് രണ്ടുപേരും വരണ്ട എന്നുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒറ്റയ്ക്ക് പേര് വെക്കാതെ സംഭവം കഴിഞ്ഞു. റിപ്ലൈ കൊടുത്തു. എവറി വൺ ഷുഡ് നൈദർ നോർ കം ടു ഓഫീസ് ടുമോറോ. വരണ്ട. ഓക്കെ, ഇതാണ് കൺജക്ഷൻ. ഇനി നമ്മൾ ലാസ്റ്റ് സംഭവം എന്താ? ഇൻ്റർജെൻഷനാണ്. ഇൻ്റർജെൻഷൻ എന്ന് പറയുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് വരും. ഓ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സർപ്രൈസ് ആയിട്ട് പറയുന്ന സംഗതികൾ അല്ലേ?
അതിനാണ് ഇൻ്റർജെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സർപ്രൈസ് ആയിട്ട് ഉള്ള ഒരു സംഭാഷണ രീതി, അതിനാണ് ഇൻ്റർജെൻഷൻ എന്ന് പറയാം. അങ്ങനെ ഒരു സെൻറ്റൻസ് എക്സ്ക്ലമേഷൻ മാർക്ക് ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാവും. അപ്പോൾ അത് ഏത് ഇതാണെന്ന് വാട്സപ്പ് സ്പീച്ചിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇൻ്റർജെൻഷൻ എന്ന് എഴുതണം, വേറെ എന്തെങ്കിലും കൊണ്ട് എഴുതരുത്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് എങ്കിലൊക്കെ ഇതുവരെ പറഞ്ഞൊന്നും പറയാൻ പറ്റുമോ? ഒരു സമ്മപ്പ് ഷോർട്ടാക്കി പറഞ്ഞാൽ മതി. എന്തുവരെ വലിച്ച കാര്യം പറഞ്ഞൊന്നും പറയണ്ട. മനസ്സിലായത് മാത്രം പറയണം നമ്മളിങ്ങോട്ട്. ആരാ പറഞ്ഞ എനിക്ക് പറഞ്ഞു, ഞാൻ പേര് വിളിക്കുന്നില്ല. പറഞ്ഞോ, തെറ്റിക്കോട്ടെ. ഞാൻ പറഞ്ഞോളാം, ബാക്കി പറ. നൗൺ എന്ന് പറയുമ്പോൾ നെയിം ഓഫ് പ്ലേസ്. ഓക്കെ, ഓക്കെ, കറക്റ്റാണ്. നെയിം ഓഫ് പ്ലേസ്, ആനിമൽ, മൃഗങ്ങളെ പേര്, ബേർഡ്സിൻ്റെ പേര്, നമ്മളെ മനുഷ്യന്മാരുടെ പേര് ഒക്കെ നൗൺ കാറ്റഗറി. പ്രോനൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഹി, നമ്മൾ സർപ്രൈസ് ആയിട്ട് ഉള്ള ഒരു സംഭാഷണ രീതി, അതിനാണ് ഇൻ്റർജെൻഷൻ എന്ന് പറയാം. ഓ, ഞാൻ ഇപ്പം ഇങ്ങനെ കണ്ടിട്ട് പറയാണ്, ഓ ബ്യൂട്ടിഫുൾ. ഓ, ആ വികാരം, ആ എക്സ്ക്ലമേഷൻ മാർക്ക് എന്തായാലും ഇൻ്റർജെൻഷൻ സെൻറ്റൻസിൽ വേണം. അങ്ങനെ ഒരു സെൻറ്റൻസ് എക്സ്ക്ലമേഷൻ മാർക്ക് ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാവും. അപ്പോൾ അത് ഏത് ഇതാണെന്ന് വാട്സപ്പ് സ്പീച്ചിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇൻ്റർജെൻഷൻ എന്ന് എഴുതണം, വേറെ എന്തെങ്കിലും കൊണ്ട് എഴുതരുത്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് എങ്കിലൊക്കെ ഇതുവരെ പറഞ്ഞൊന്നും പറയാൻ പറ്റുമോ? ഒരു സമ്മപ്പ് ഷോർട്ടാക്കി പറഞ്ഞാൽ മതി. എന്തുവരെ വലിച്ച കാര്യം പറഞ്ഞൊന്നും പറയണ്ട. മനസ്സിലായത് മാത്രം പറയണം നമ്മളിങ്ങോട്ട്. ആരാ പറഞ്ഞ എനിക്ക് പറഞ്ഞു, ഞാൻ പേര് വിളിക്കുന്നില്ല. പറഞ്ഞോ, തെറ്റിക്കോട്ടെ. ഞാൻ പറഞ്ഞോളാം, ബാക്കി പറ. നൗൺ എന്ന് പറയുമ്പോൾ നെയിം ഓഫ് സ്പീച്ച് സൗണ്ട്സ് എൻകംപാസിങ് ഹൗ ദേ ആർ പ്രൊഡ്യൂസ്ഡ് ആണ് നമ്മൾ വോക്കൽ കോഡിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് പ്രൊഡ്യൂസ്ഡ് നമ്മൾ ആ വാക്ക് പറയുന്നത്. പറയാം നമുക്ക്. ഫോണറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് encompassing how they are produced, transmitted and perceived. ഓക്കെ, അതാണ് ഫോണിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 3 കാറ്റഗറി വരുന്നുണ്ട് ഫോണിറ്റിക്സിൻ്റെ. പ്രൊഡക്ഷൻ ഓഫ് സൗണ്ടാണ് അല്ലേ, നമ്മുടെ ടങ്ങിന്നും ലിപ്സിന്നും വോക്കൽ കോഡ്സിനും ഒക്കെ വരുന്ന സൗണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ചെവിട്ടിലേക്ക് കേൾക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ടങ്ങിലൂടെയും എൻ്റെ ലിപ്സിലൂടെയും നിങ്ങൾ പുറത്തേക്ക് വരുന്ന സൗണ്ട്, എൻ്റെ വോക്കൽ കോഡിലൂടെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നിങ്ങളെ ചെവിട്ടിലേക്ക് കേൾക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയറായിട്ട് മനസ്സിലാക്കി എടുക്കുന്ന പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ ഭാവനയിൽ അതിനൊരു മീനിങ് ഒക്കെ കൊടുത്ത് മനസ്സിലാക്കി എടുക്കുന്ന പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? ഫോണറ്റിക്സ് മനസ്സിലായോ? ഓക്കെ. പിന്നെ ഒരു എന്താ പറയുക, ഫോണോമിക് ചാർട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ചാർട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഓക്കെ, അതിൽ എന്താ പറയുക, മൊബൈൽസ് കൺസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ. പിന്നെന്താ, ഫോണോളജി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അറേഞ്ച്മെൻറ്റ് ഓഫ് സൗണ്ട്സ് ആണ്. ഞാനൊക്കെ പറഞ്ഞല്ലോ, നമ്മുടെ ടങ്ങിലൂടെയും ലിപ്സിലൂടെയും വോക്കൽ കോഡിലൂടെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നിങ്ങളുടെ ചെവിട്ടിലൂടെ കേട്ട് അത് മനസ്സിലാക്കി അത് അതിൻ്റേതായ മീനിങ് കൊടുത്ത് നിങ്ങൾ ഒരു ഇതായിട്ട് വേർഡായിട്ട് ഫോം ചെയ്ത് മാറ്റണം. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനോട് യോജിക്കുന്ന വർക്കായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, കിട്ടുന്നുണ്ടെങ്കിൽ കുറേ എഴുതിക്കും. പക്ഷേ ഇതിനോട് യോജിക്കണേ. ഈ AD എന്ന് പറഞ്ഞ സംഭവത്തിനോടും അടുത്ത കുളത്തിൽ അങ്ങനെ ഓരോ കുളത്തിൽ കൊടുത്താൽ ഇതുപോലെ എഴുതി വയ്ക്കുക. നല്ല പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ ഫസ്റ്റ് കോളം കണ്ടോ, AD AN അങ്ങനെ കണ്ടോ, കളർ കൊടുത്ത് എഴുതി അതിന് താഴെ 1 by 1 ആയിട്ട് കൊടുത്ത കണ്ടോ. ഇങ്ങനെ എഴുതി വെച്ചാൽ പെട്ടെന്ന് കാര്യം പിടികിട്ടും. ഏകദേശം ഇതുപോലെ ഇത് നോക്കിയിട്ടാണ് ഇതിൽ എഴുതിയത്. ഇതിൽ ഫുൾ എഴുതി വെക്കാൻ എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചാർട്ടിൽ കാണിച്ചു തരാം, കുറച്ചുണ്ട് പഠിക്കാൻ. ഓക്കെ. പിന്നെന്താ, അപ്പം ഞാൻ ഓരോന്ന് വാക്കുകൾ ചോദിക്കുക ഓരോരുത്തരോട്. ഓക്കെ. പിന്നെ
എയ്റ്റ് വരെ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അറ്റ് നമ്മൾ അറ്റ് എന്ന് പറയില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞെന്താ, ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ. AN അങ്ങനെ കണ്ടോ, കളർ കൊടുത്ത് എഴുതി അതിൻ്റെ താഴെ ഇങ്ങനെ 1 by 1 ആയിട്ട് കൊടുത്ത കണ്ടോ. ഇങ്ങനെ എഴുതി വെച്ചാൽ പെട്ടെന്ന് കാര്യം പിടികിട്ടും. ഏകദേശം ഇതുപോലെ ഇത് നോക്കിയിട്ടാണ് ഇതിൽ എഴുതിയത്. ഇതിൽ ഫുൾ എഴുതി വെക്കാൻ എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഡാർക്കിൽ കാണിച്ചു തരാം, കുറച്ചുണ്ട് പഠിക്കാൻ. ഓക്കെ, പിന്നെന്താ, അപ്പം ഞാൻ ഓരോന്ന് വാക്കുകൾ ചോദിക്കുക ഓരോരുത്തരോട്. ഓക്കെ, പിന്നെ എയ്റ്റ് വരെ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അറ്റ് നമ്മൾ അറ്റ് എന്ന് പറയില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞെന്താ, ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ് അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ബാറ്റ്, രണ്ടും സെയിം ആണ് മീൻസ് പ്രൊണൗൺസിയേഷൻ. ഓക്കെ, പിന്നെ നമ്മൾ പൂച്ചക്ക് എന്താ പറയുക, ക്യാറ്റ്. പിന്നെ തൊപ്പിക്ക് എന്താ പറയുക, തൊപ്പി, ആറ്റ്, മാറ്റ്, റാറ്റ്, എലി. പിന്നെ അതർന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്, അതിപ്പോൾ നിങ്ങൾ പഠിക്കുന്ന എനിക്ക് കൺഫ്യൂഷൻ ആകും. ഓക്കെ, ഫാൻ, പിന്നെ വാൻ, പാൻ കാർഡോ പാൻ കേക്കോ എന്ന് വെച്ചാൽ. പിന്നെ AP ഗ്യാപ്പ്, ലാപ്പ്, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ലാപ്പ്. ടോപ്പ് എന്ന് എഴുതണ്ട, ലാപ്പ് എന്ന് എഴുതിയാൽ മതി. ടോപ്പ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊന്നും നോട്ട്ബുക്സിൽ എഴുതി വെച്ചാൽ എല്ലാവരും നോട്ട്ബുക്കിൽ എനിക്ക് ഒറ്റ മിനിറ്റ്, ഞാൻ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഫോണിക്സിൻ്റെ ചാർട്ടായിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത് എഴുതിയില്ല എങ്ങനെയാണ്. ഓക്കെ, ബാക്കി നമുക്ക് ഇങ്ങനെ പഠിക്കാം. ബോർഡിൽ എഴുതുമ്പോൾ എഴുതി വെക്കാൻ സ്ഥലമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫോണിക്സ് ചാർട്ട്, കണ്ടോ. ഫോണിക്സ് PHONICS. അപ്പോൾ ഇതിൽ EG എന്ന ഫോണിക്സിൻ്റെ ഭാഗത്ത് നമ്മൾ ബാഗ് വരും. അതായത് ഈ AG എന്ന് പറയുന്ന ഈ ഭാഗം ബാഗിൻ്റെ AG അത് വരുള്ളൂ ഫോണിറ്റിക്സിൽ. B അതിൽ കൂട്ടില്ല. ഓക്കെ, വൈകാതെ നോക്കിയൊക്കെ പറഞ്ഞുതരാം. പിന്നെ വോവൽസ്, കോൺസ്റ്റൻസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. വോവൽസ് എന്നൊന്നും അറിയില്ലേ, AIUU. ഓക്കെ, പിന്നെ കോൺസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം നമ്മൾ ഫോണിക്സ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോണിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നോട്ട്സ് ഒന്ന് എടുക്കും, നോട്ട് ബുക്ക് എടുക്കും. അപ്പം നോട്ട്സ് തരാം. അപ്പോൾ നമുക്ക് എഴുതിക്കൊണ്ട് ഇങ്ങനെ പഠിച്ച് പോകാം. രണ്ട് കാര്യം ഒപ്പരം നടക്കുകയും ചെയ്യും. പിന്നെ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണ്ട, കുറേ ഉണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അതിനാണ്ടാണ് പറയുന്നത്. അപ്പോൾ ഫോണിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളിപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, നമ്മളിപ്പോൾ എന്താ പറയുക, ബാഗ് എന്ന് പറഞ്ഞു, നമ്മൾ ഹാൻഡ് ബാഗില്ലേ, ബാഗ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഫോണിറ്റിക്സ് എന്ന് പറയുന്നത് ഏത് സ്പീച്ച് ഭാഗത്താണ് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ AG എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ഒരു ഫോണിക്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നതാണ്. നമ്മൾ എങ്ങനെ പഠിക്കുന്നത്, ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള EG എന്ന ഫോണിക്സിൻ്റെ ഭാഗത്ത് നമ്മൾ ബാഗ് വരും. അതായത് ഈ AG എന്ന് പറയുന്ന ഈ ഭാഗം ബാഗിൻ്റെ AG അത് വരുള്ളൂ ഫോണിറ്റിക്സിൽ. B അതിൽ കൂട്ടില്ല. ഓക്കെ, വൈകാതെ നോക്കിയൊക്കെ പറഞ്ഞുതരാം. പിന്നെ വോവൽസ്, കോൺസ്റ്റൻസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. വോവൽസ് എന്നൊന്നും അറിയില്ലേ, AIUU. ഓക്കെ, പിന്നെ കോൺസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.